ഇതാണ് കേട്ടോ സഫാരി സെൻറ്ററിൻ്റെ ബസ്സുകൾ നോക്കി, ഒരുപാട് ബസ്സുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. ഉണ്ടോ, ഒരു എല്ലാം AC ബസ് വരെ ഉണ്ട് കേട്ടോ. ഒരു കുട്ടിയാനയുണ്ട് കൂടെ, എൻ്റെ കൂടെ. ഇത് ശരിക്കും പറഞ്ഞാൽ കെട്ടിയിട്ടില്ല, പക്ഷെ എന്നാലും കെട്ടിയിട്ട പോലെ തന്നെയാണ്. ഫെൻസിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ദൂരെയായിരുന്നു കേട്ടോ, ഒരുപാട് ദൂരെയായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പുലിയെ കാണാൻ പറ്റിയത് ഭയങ്കര ദൂരെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചതാകുമ്പോൾ മുന്നോട്ട് വരുന്ന സമയത്ത് ഒരു വണ്ടിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പുലിൻ്റെ സന്തോഷത്തിൽ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഒരു 3 സിംഹങ്ങളെയാണ് കേട്ടോ. അതിലൊന്ന് ആൺസിംഹമാണ്, ബാക്കി 2 പെൺസിംഹമാണ്. ഹായ്, നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ് ഉള്ളത്. ബാംഗ്ലൂർ നമ്മൾ ബന്നാർഘട്ട നാഷണൽ പാർക്കിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 10 വർഷത്തിന് ശേഷമുണ്ടോ ബാംഗ്ലൂരിലേക്ക് വരുന്നത്. ബാംഗ്ലൂരിൽ ഒരു ചെറിയൊരു വർക്കിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാനും വേറെ 1-2 പേരുണ്ട്. നമ്മുടെ ഇവിടെ ശ്യാമുണ്ട്, പിന്നെ ദേവദാസ് എന്ന് പറഞ്ഞൊരു പേരുണ്ട്. എനിക്ക് ഒരു ബാംഗ്ലൂരൊക്കെ ടോട്ടലി നന്നായി മാറിയിട്ടുണ്ട് കേട്ടോ ശരിക്കും. അപ്പോൾ നമുക്കിനി മറ്റേ നമ്മുടെ കടുവയെ കാണാനായിട്ട് രത്തൻപൂരിലേക്കും പിന്നെ നമ്മുടെ ഗീർ നാഷണൽ പാർക്കിലേക്ക്, സിംഹത്തിനെ കാണാൻ ഗീർ നാഷണൽ പാർക്കിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ബാംഗ്ലൂർ തന്നെ ഈ സിംഹത്തിനെയും കടുവയും പുലിയും ഇതൊക്കെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പാർക്കാണ് നമ്മുടെ ബന്നാർഘട്ട നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇത് സൂ ആണോ ചോദിച്ചാൽ സൂ അല്ല, ഫോറസ്റ്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഫോറസ്റ്റും അല്ല, അങ്ങനൊരു ടൈപ്പാണ് കേട്ടോ ഇവിടെ നമുക്ക് ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റും, ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ്, പിന്നെ ഇവിടെ എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റും, ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നല്ല അടിപൊളി കാഴ്ചകളിലേക്ക് പോവാം. നമ്മുടെ ലാസ്റ്റ് വീഡിയോയും ഒരു ഫോറസ്റ്റ് സഫാരി വീഡിയോ തന്നെയാണ് കേട്ടോ. അതും കർണാടകയിലെ നാഗർഹോള ടൈഗർ റിസർവിൻ്റെ ഫോറസ്റ്റ് സഫാരി വീഡിയോ ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആ വീഡിയോസ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, മേലെ പിന്നും ചെയ്യാം. നമ്മൾ ഇതാ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ടിക്കറ്റ്. നമ്മുടെ ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മളൊരു വെയിറ്റിംഗ് ഹാളിലിരിക്കുകയാണ്. അവർ ഓരോ ബസ്സിനനുസരിച്ചിട്ടാണ് ഫുള്ളാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. നോക്കാം നമുക്ക് കേട്ടോ. ഞാൻ അകത്ത് കയറി നോക്കാം. ഇതാണ് കേട്ടോ സഫാരി സെൻറ്ററിൻ്റെ ബസ്സുകൾ നോക്കി, ഒരുപാട് ബസ്സുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. ഉണ്ടോ, ഒരു എല്ലാം AC ബസ് വരെ ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ എന്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടല്ലോ, ഇതുപോലെ ഗ്രില്ലിട്ടുണ്ട്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഇവിടെ. ഇത് ശരിക്കും ഉണ്ടല്ലോ, ഇത് നമ്മുടെ കാക്കനാക്കോട്ടെ സഫാരി സെൻറ്ററിലുള്ള ബസ്സുകളല്ലേ, അതേ സെയിം ബസ്സാണ് കേട്ടോ സംഭവം. പക്ഷേ ബസ്സിന് ഇങ്ങനത്തെ ഗ്രില്ലാണ് പ്രശ്നം. നമുക്ക് ആകെ ഈ ഒരു ഹോള് മാത്രമേ ഉള്ളൂ ഇവിടെ ആയിട്ട്. ഇപ്പോൾ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ ഫോറസ്റ്റിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഫോറസ്റ്റിനകത്ത് എന്തൊക്കെ കാണുന്നുള്ളതാണ് അറിയാത്തത്. നോക്കാം നമുക്ക് എന്തൊക്കെ കാണുന്നുണ്ട്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരിക്കൽ ഇവിടെ വന്നിട്ടുള്ളത്. അന്നിവിടെ കൂടുതലും കണ്ടിട്ടുള്ളത് കരടി മാത്രമായിരുന്നു കേട്ടോ. ഇത് ഓരോ ഗേറ്റാണ് കേട്ടോ. ഓരോ ഗേറ്റിനകത്താണ് മെയിനായിട്ടുള്ള ഒരു അനിമൽസ് ഉണ്ടാവുക. നമുക്കിവിടെ ഒരാളുടെ സഫാരിയുടെ ചാർജ് എന്ന് പറയുന്നത് 400 റുപ്പീസാണ്. അവർ നമുക്ക് സൂവിൻ്റെ എൻട്രി ഫീസും ഇതിനകത്ത് ഇൻക്ലൂഡാണ് കേട്ടോ. പക്ഷേ നമുക്ക് ബന്ദിപ്പൂരും കബനയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ 400 രൂപ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ നമുക്ക് കാക്കനെക്കൂട്ട് നമ്മുടെ സഫാരിയിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 600 രൂപയ്ക്ക് നമുക്ക് ഒരു 2-2.5 മണിക്കൂറോളം നമുക്ക് കാക്കനാക്കൂട്ടുള്ള അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് പോകാം. അപ്പോൾ അതൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ശരിക്കും തോന്നുന്നത് എനിക്കിത് കുറച്ച് കൂടുതലാണ് തോന്നുന്നത് കേട്ടോ, ഈ 400 റുപ്പീസ് എന്ന് പറയുന്നത്. നമ്മൾ എൻട്രൻസിനകത്ത് കയറിയപ്പോൾ തന്നെ നമുക്കൊരു ആനയെ കാണാൻ പറ്റിയിട്ടാണ്. ഒരു അടിപൊളി ആനയാണ് ആൾ. പക്ഷേ ആനയ്ക്ക് ചങ്ങല കിട്ടുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല. ഇനി വയലൻ്റ് ആയതുകൊണ്ടാണോ ചങ്ങല കിട്ടിയിരിക്കണമെന്ന് അറിയില്ല. ആളിങ്ങനെ ഡാൻസൊക്കെ കളിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെ. നമ്മൾ കുറച്ച് മാൻകൂട്ടങ്ങളെ കണ്ടു കേട്ടോ. നമ്മൾ ഏത് കാട് കയറുമ്പോഴും ആദ്യം കാണുന്നത് കുറേ മാൻകൂട്ടങ്ങളെ തന്നെ ആയിരിക്കും. അതുപോലെ നമുക്ക് ഇവിടെയും കുറേ മാൻകൂട്ടങ്ങളെ കാണാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏത് ഫോറസ്റ്റിനകത്ത് കയറുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മാന് തന്നെയാണ് കേട്ടോ. നമ്മൾ കയറിയത് നോക്കിയോ, ആനയുണ്ട് കേട്ടോ. നമുക്ക് ആന നിൽക്കുന്നത് നോക്കി. ഒരു
കുറച്ച് ആനകളുണ്ട് കേട്ടോ. ഒരു കുട്ടി ആനയുണ്ട് കൂടെ, എൻ്റെ കൂടെ. ഇത് ശരിക്കും പറഞ്ഞാൽ കെട്ടിയിട്ടില്ല, പക്ഷെ എന്നാലും കെട്ടിയിട്ട പോലെ തന്നെയാണ്. ഫെൻസിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 ഉണ്ട് കേട്ടോ, 5 ഉണ്ട്. ചെറിയൊരു ഓട്ടം നോക്കിയില്ലേ? ഇതിവിടെ കുഴപ്പമില്ല. ഇതിൽ ഞാൻ താന്നിട്ടോളാം. ഇതാട്ടാ, ഈ കുറച്ചൊന്ന് താഴെ ഇറങ്ങിയതും ഇതാ വീണ്ടും ആനയുണ്ട് കേട്ടോ. ആന വാക്കിംഗ് ആണ്. നോക്ക്, ആനയുടെ വാക്കിംഗ് നോക്കിയേ. അതാട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ കറക്റ്റായിട്ട് ലൈനിൽ നിൽക്കുന്നുണ്ട് ആന. ഇവിടെ എടുക്കണ അത് നോക്കി. സെക്ഷനിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് കാണാൻ വേണ്ടി പോകുന്നത് നമുക്ക് നോക്കാം. ഇതിങ്ങനെ ഓരോ സെക്ഷനാക്കിയിട്ടാണ്. ഒരു സ്ഥലത്ത് മൊത്തം മാനയായിരിക്കും, പിന്നെ രണ്ടാമത്തേതിൽ മൊത്തം മാന, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഒരു സ്ഥലത്ത് കരടി ആയിരിക്കും, അങ്ങനെയൊക്കെയാണ് ഇവിടെ. നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ കാണുന്നുള്ളത്. അങ്ങനെ നമ്മളിത് ആ കാടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടത് അങ്ങനെ മുന്നോട്ട് വരുന്ന സമയത്ത് ഒരു പുലിയാണ് കേട്ടോ കാണുന്നത്. പുലി കൂട്ടിനകത്താണ്. പക്ഷേ പുലിയുടെ വെപ്രാളവും ഇതൊക്കെ കാണുന്ന സമയത്ത് പുലി എങ്ങനെയെങ്കിലും ഈ കൂട്ടിൽ നിന്ന് പുറത്ത് ചാടിയാമെന്നുള്ള സിറ്റുവേഷനിലാണ് കേട്ടോ. കുറേ നേരം ആ ഗ്രില്ലിൻ്റെ സൈഡിലേക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങ് ദൂരെയായിരുന്നു കേട്ടോ, ഒരുപാട് ദൂരെയായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പുലിയെ കാണാൻ പറ്റിയത് ഭയങ്കര ദൂരെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചതാകുമ്പോൾ മുന്നോട്ട് വരുന്ന സമയത്ത് ഒരു വണ്ടിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പുലി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു, ഇത്രയും തൊട്ടടുത്തായിട്ട് കാണാൻ പറ്റുന്നത് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ പുലിയും സിംഹവും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വണ്ടിയുടെ തൊട്ടടുത്ത് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് തോന്നുന്നു കേട്ടോ ഇവിടെയൊക്കെ വണ്ടിക്ക് ചുറ്റുമായിട്ട് ഗ്രില്ലിട്ടിരിക്കുന്നത്. ആ ഒരു ഗ്രില്ല് മാത്രമാണ് എനിക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയത്. അല്ലാത്ത പക്ഷം അടിപൊളി കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ തൊട്ടടുത്ത് നമുക്ക് പുലിയെ കാണാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിൽ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഒരു 3 സിംഹങ്ങളെയാണ് കേട്ടോ. അതിലൊന്ന് ആൺസിംഹമാണ്, ബാക്കി 2 പെൺസിംഹമാണ്. പെൺസിംഹം പറയുന്നത് നമ്മൾ കാണുന്ന മുളയുടെ ബാക്കിലായിട്ടാണ് കേട്ടോ, ബാക്ക് സൈഡിലാണ്. നമുക്ക് ഈ സൈഡിൽ നിന്നും നമുക്ക് കാണത്തില്ല അവയെ. ആൺസിംഹത്തിന് ഒരു റിയാക്ഷനും കേട്ടോ, ഒരു ഭീകര സൈസ് സാധനം തന്നെയാണ് കേട്ടോ ഇത്. നമ്മുടെ വണ്ടിയിൽ കിടന്ന പിള്ളേരും കൊച്ചു പിള്ളേരും ആൾക്കാരൊക്കെ കിടന്ന സൗണ്ടും ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോഴും ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അവൻ്റെ കാര്യം, അവൻ്റെ റെസ്റ്റ് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിതാ മുന്നോട്ട് വരുന്ന വീണ്ടും ഒരു സിംഹത്തെ. അത് വണ്ടിയുടെ തൊട്ടടുത്തായിട്ട് ഒരു ഭീകര സൈസ് സാധനം. അവൻ എങ്ങനെയെങ്കിലും കൂട്ടിൽ കയറിയാമെന്നുള്ള വെപ്രാളത്തിലാണ് തോന്നുന്നു കേട്ടോ. കുറേ നേരം കിടന്ന് കൂടിൻ്റെ സൈഡിലേക്ക് പോയി അവിടെ പോയി നിന്ന് ഗർജിക്കുന്നായിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും എന്നെ പിടിച്ചൊന്ന് കൂട്ടിൽ കയറ്റി എന്നുള്ള സിറ്റുവേഷനാണെന്ന് കണ്ടപ്പോൾ തോന്നിയത്. കാരണം എനിക്ക് തോന്നുന്നു ഇവർക്ക് കഴിയൊന്നും കറക്റ്റായിട്ട് ഫുഡ് കിട്ടിയിട്ടില്ല തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് ഗർജിക്കുന്നുണ്ടായിരുന്നത്. അതിൻ്റെ സൗണ്ടില്ലേ, ഒരു ഭീകര സൗണ്ട് തന്നെയാണ് കേട്ടോ അതിൻ്റെ. നമ്മൾ ഇത്രയും നേരം കണ്ട മൃഗങ്ങളൊക്കെ ഒരു ഫോറസ്റ്റിനകത്താണെങ്കിലും പക്ഷേ ഇതിനൊക്കെ ഓരോ സെക്ഷൻ ആക്കിയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആനയെ ഒരു സെക്ഷൻ, കടുവയെ ഒരു സെക്ഷൻ, പുലിയെ ഒരു സെക്ഷൻ, സിംഹത്തെ ഒരു സെക്ഷൻ, അങ്ങനെ ഓരോ സെക്ഷൻ ആക്കിയിട്ടാണ് കേട്ടോ തിരിച്ചിരിക്കുന്നത് ഇവർ. അപ്പോൾ അങ്ങനെ സിംഹത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളെന്താ മുന്നോട്ട് വരുന്ന സമയത്ത് പിന്നെ കണ്ടത് നമ്മളൊരു കടുവയാണ് കേട്ടോ. ഒരു അടിപൊളി കടുവയാണ്. അതിന് മുകളിലായി തന്നെ ഒരു വെള്ള കടുവ ഉണ്ട് കേട്ടോ. ആ പാറയുടെ മുകളിലിരിക്കുന്നുണ്ട്. പക്ഷേ ആളെ കാണത്തില്ല, നമുക്ക് മറ്റേ മുളയുടേത് മറഞ്ഞിട്ട് കാണത്തില്ല. നല്ല കാഴ്ചയായിരുന്നു കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി, ആശം തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ സഫാരി കഴിഞ്ഞ് നമ്മളിത് തിരിച്ചെത്തിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് നേരെ പോകേണ്ടത് സൂവിനകത്തേക്കാണ് കേട്ടോ. സൂവിനകത്ത് നമുക്ക് നോക്കാം എന്തൊക്കെ കാണാൻ പറ്റും. സൂവും സെയിം ഇതേപോലെ തന്നെയാണ്. വാ നോക്കാം. നമ്മളിത് മറ്റേ സഫാരി കഴിഞ്ഞ് നേരെ നമ്മൾ വന്നത് സൂവിലേക്കാണ് കേട്ടോ. നമ്മളിത് സൂവിനകത്ത് അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കാണുന്നത് സീബ്രയാണ് കേട്ടോ. കുഴപ്പമില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ സീബ്രനെയൊക്കെ കാണുന്നത്. നമ്മൾ ഇതുവരെ നാഷണൽ ജിയോഗ്രഫിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ സീബ്രയൊക്കെ. അതിൻ്റെ ബാക്കിലായിട്ട് ജിറാഫ് ഉണ്ട്. നമുക്കത് വേറെ സെക്ഷനാണ് തോന്നുന്നത്. അത് നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്കിവിടെ. ഒരു 1 2 3 5 ഉണ്ട് ഇതിനകത്ത്. കുറച്ച് ഇങ്ങോട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിരുന്നു കാണാനായിട്ട്.
നമ്മൾ ഫസ്റ്റ് ടൈം ജിറാഫിനെ കാണാൻ കേട്ടോ. അതിൻ്റെ ബാക്കിലായിട്ട് ഒട്ടകപ്പക്ഷി ഉണ്ട്, പക്ഷെ അത് ഒരുപാട് ലോങ്ങിലാണ്, കിട്ടത്തില്ല. നോക്ക്, അതിന് കഴിക്കാനായിട്ട് നോക്ക് എത്ര ഹൈറ്റിലാണ് ഫുഡ് വെച്ചിരിക്കുന്നത്. നോക്ക്, മരത്തിൻ്റെ കൊമ്പ് വെട്ടി വെച്ചിരിക്കുകയാണ്, എത്ര ഹൈറ്റിൽ. താഴെയുള്ളതൊന്നും കഴിക്കില്ല തോന്നുന്നു. ഇതാണ് കേട്ടോ, ഇത് ഇവിടുത്തെ മാപ്പ്, അതായത് സൂവിൻ്റെ മാപ്പാണുള്ളത്. നമുക്കിതെവിടെ അറിയാൻ പറ്റും, നമുക്ക് ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഏതൊക്കെ സാധനങ്ങൾ കാണാൻ പറ്റും എന്നുള്ളതിനെ അറിയാൻ പറ്റും കേട്ടോ. ഇവിടെ നമ്മളിപ്പോൾ ടിക്കറ്റ് കൗണ്ടർ വഴി നമ്മൾ കയറിയത് ഇത് വഴിയാണ് കയറിയത്. ഇനി നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ് കേട്ടോ. ലവ് ബേർഡ്, ടൈഗർ, അങ്ങനെ ആ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് ഇതിനകത്ത് കാണാനുണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞു എന്നാണ് കരുതിയത് കേട്ടോ. നമ്മുടെ നമ്മുടെ ജിറാഫിൻ്റെ സൈഡിലൊക്കെ പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞു എന്നാണ് കരുതിയത്. നോക്കുമ്പോൾ സംഭവം ഒരുപാടുണ്ട് കേട്ടോ. മാപ്പിനകത്ത് നമുക്ക് നോക്കാം അപ്പം എന്തൊക്കെ ഇതിന് ഓരോ സാധനങ്ങളായിട്ട് എന്തൊക്കെ കാണാൻ പറ്റുന്നുള്ളത് നോക്കാം. അകത്ത് കയറിയപ്പോൾ സമയത്ത് ഷ്യാമ് പറഞ്ഞാണ് കേട്ടോ, ജുറാസിക് പാർക്ക് മാത്രമില്ല ബാക്കിയെല്ലാം ഉണ്ടെന്ന്. പക്ഷേ ജുറാസിക് പാർക്ക് അടക്കമുണ്ട്, പക്ഷേ അത് ഡമ്മിയാണെന്ന് മാത്രം. ടൈഗറാണ് കേട്ടോ, പന്തീര ടൈഗർ. ആ, ഫുഡ് കിട്ടിയില്ല കേട്ടോ, വിശന്നിട്ടാണ് കത്തുന്നത്. അയ്യേ, വരുന്നവരെ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഒന്നും ഇപ്പം കിടന്നു, നമ്മൾ വന്നതും കിടന്നു. ഒന്നേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത്. ടൈമിൽ എണീറ്റു ആൾ എണീറ്റ് ഇതിങ്ങനെ ജസ്റ്റ് നോക്കുന്നുണ്ട്. ഇപ്പോൾ എണീറ്റ് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പൊളിട്ടാ, നല്ല സൈസ് സാധനം കേട്ടോ. ഒരു 8 വയസ്സായിട്ടുണ്ടാവും തോന്നുന്നു എനിക്ക് കാണുമ്പോൾ തന്നെ. നമ്മൾ ലാസ്റ്റ് ടൈം കണ്ടില്ലേ, നമ്മൾ ലാസ്റ്റ് ടൈം കണ്ടത് ഏതാണ്, മഗ്ഗി ഫീമെയിലിനേക്കാളൊക്കെ ഇത് നല്ല സൈസ് ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ കബനി വീഡിയോസ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. നമുക്ക് അടിപൊളി ഒരു ടൈഗറിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു, സൈറ്റിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കാണുക. വന്നു കേട്ടോ, നോക്ക് ഇത്ര അടുത്ത് വന്ന് നോക്ക്. ഓ, പൊളി വൈബ്. ഇത് നോക്കി നമ്മുടെ അടുത്ത്. ഓ, പക്ഷെ എടുക്കണല്ലോ, ക്യാമറ എടുക്കണ. ഓടാ, പൊളി. ഒരു കരടി ഉണ്ട് കേട്ടോ. കരടിക്ക് ഇതാ നോക്ക് എന്തൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് നോക്കി. വാട്ടർ മെലൺ, ആപ്പിള്, പഴം, ഓറഞ്ച്, ഇതൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഫ്രൂട്ട്സ് തോന്നുന്നു, ഫുഡ് കഴിക്കുന്നത്. നല്ല ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. നോക്കി ഫ്രണ്ടിൽ ഫ്ലവേഴ്സ് ഉണ്ട്, ഫ്ലവേഴ്സിൻ്റെ ബാക്കിൽ കരടി. അടിപൊളി. ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. കരടിക്ക് ഊഞ്ഞാലിൽ കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പൊട്ടമാസ് വെള്ളത്തിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ആശ എണിക്കുന്ന പോലും ഇല്ല. ഞാനിത് കുറച്ച് മുമ്പായിട്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ബാത്റൂമിൽ പോകുന്നത് വാലുകൊണ്ട് അടിച്ച് തെറിപ്പിക്കുന്നതൊക്കെയാണ് പറയണത്. ശരിക്കും വെള്ളത്തിൽ കിടന്ന ശ്വാസം മുട്ടില്ല എന്തോ അല്ലേ. നോക്ക് എത്ര നേരമാണ് ഇത് വെള്ളത്തിൽ കിടക്കണം. നോക്ക്, ശ്വാസം വിടുന്നത് പോലെ വെള്ളത്തിനടിയിൽ നിന്നാണ് വിടുന്നത്. ഓ, സമ്മതിക്കണം. പിന്നെ നമ്മൾ വ്യത്യസ്തമായിട്ട് കണ്ടത് നീൽഗായനെയാണ് കേട്ടോ. അത് ശരിക്കും നീൽഗായാണെന്ന് നമുക്ക് തിരിച്ചറിയത്തില്ല. അത്രയും ശരിക്കും മ്ലാവിൻ്റെ സെയിം അതേ ലുക്കാണ്. പിന്നെ തിരിച്ചറിയാൻ പറ്റുന്നത് നമുക്ക് അതിൻ്റെ കാലിൽ കണ്ടില്ലേ, ഒരു സോക്സ് ഇട്ട പോലെയാണ് കേട്ടോ. ഒരു വെള്ളയും കറുപ്പും ഇതൊക്കെ ആയിട്ട് അങ്ങനെയാണ് നമുക്കത് നീൽഗായാണെന്ന് തിരിച്ചറിയാൻ പറ്റുക. പിന്നെ നമ്മളിത് നേരെ പോയപ്പോൾ കണ്ടത് 3 ലെപ്പേർഡാണ് കേട്ടോ. ലെപ്പേർഡ് ഇങ്ങനെ കളിച്ച് അറമ്മതിക്കുന്ന കാഴ്ചയാണ് കേട്ടോ കണ്ടത്. നോക്കി 3 കൂടി അടിച്ച് പൊളിച്ച് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇത് കൂട്ടിനകത്താണ്, പക്ഷേ നല്ല ഒരു സ്പേസ് ഉണ്ട് കേട്ടോ അവർക്ക് അവിടെ കളിക്കാനും. ആ ഒരു ഇതിനൊക്കെ ആയിട്ടുള്ള നല്ല സ്പേസ് ഉണ്ട്. പിന്നെ നമ്മൾ കണ്ടത് ഒരു മുള്ളം പന്നിയാണ് കേട്ടോ കണ്ടത്. അതിനും ഒരുപാട് തീറ്റകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ്, പിന്നെ ഒരുപാട് വെജിറ്റബിൾ ഐറ്റംസൊക്കെ അതിനിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. നമുക്ക് പിന്നെ ഒരുപാട് ഇനി ബേഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കുകയാണെങ്കിൽ നമുക്ക് കാണിക്കാം കേട്ടോ. പിന്നെ ഞാൻ അതൊന്നും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഒരുപാട് ബേഡ്സും ഇതൊക്കെ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ചുറ്റിക്കറങ്ങി കാണാനായിട്ട് മണിക്കൂർ കണക്കെ നമുക്ക് ചുറ്റിക്കറങ്ങി കാണാം കേട്ടോ. എനിക്ക് സൂ കുറച്ച് വെറുത്തായിട്ട് തന്നെ അത് ഫീൽ ചെയ്തത്. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ മണ്ണാർക്കാട് നാഷണൽ പാർക്കിനകത്തുള്ള സഫാരിയും കഴിഞ്ഞ് സൂവിൻ്റെ അകത്തുള്ള വിസിറ്റിംഗ് കഴിഞ്ഞ് നമ്മളിത് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും സൂ അത്യാവശ്യം കുറച്ച് നന്നായി നടക്കാനുണ്ട് കേട്ടോ. ഭയങ്കര രീതിയിൽ ടയേർഡാവും നമുക്ക് അറ്റ്ലീസ്റ്റ്. പിന്നെ സഫാരി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 400 രൂപയ്ക്ക് വർത്തൊന്നും അല്ല കേട്ടോ. അത്രയ്ക്കുള്ള കാഴ്ചകളൊന്നും സഫാരിയിലില്ല. ഏകദേശം 1 മണിക്കൂറേ ഉള്ളൂ
അത് 1 മണിക്കൂർ അവന് കറക്റ്റായിട്ട് അറിയാം ആന എവിടെ നിൽക്കുന്നത്, ടൈഗർ എവിടെ നിൽക്കുന്നത്, ലയൻ എവിടെ നിൽക്കുന്നത് കറക്റ്റായിട്ട് അറിയാം. അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി തരും. അതല്ലാതെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. 400 രൂപൻ്റെ ഇല്ല എന്തായാലും. എങ്ങനെയുണ്ട് മച്ചാനെ, നിങ്ങളുടെ അഭിപ്രായം എന്താ? 200 രൂപ. സൂന് ഒരു 100 രൂപൻ്റെ ഉള്ളുണ്ട് കേട്ടോ, 100 രൂപൻ്റെ ഉള്ളുണ്ട്. അത്യാവശ്യം സൂനകത്ത് ഒരുപാട് കാണാനുണ്ട് കേട്ടോ, ഒരുപാട് നടന്ന് കാണാനുണ്ട്. ബേഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു അത്യാവശ്യം ഒരു അടിപൊളി കാഴ്ചകൾ തന്നെയാണ് കേട്ടോ സൂവിൻ്റെ അകത്തുള്ളത് അല്ലേ ശ്യാമേ? പിന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ കണ്ടത് ഹൈനനെ കാണാൻ പറ്റില്ല കേട്ടോ. ഹൈന ഉണ്ടായിരുന്നു, സംഭവം കാണാൻ പറ്റിയില്ല. നമുക്ക് സീബ്രനെ കാണാൻ പറ്റി. പിന്നെ അതുപോലെ പിന്നെന്താ മനുഷ്യനെ കാണാൻ പറ്റിയത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളത് ജിറാഫ്. ജിറാഫ് ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അതൊക്കെ നമ്മൾ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അതൊക്കെ ഒരു വ്യത്യസ്തം തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.